ലോകം ഇന്നൊരു വഴിത്തിരിവിലാണ്. ഒരു വശത്ത് ആണവശക്തിയായി വളരുന്ന അയൽ രാജ്യങ്ങൾ, മറുവശത്ത് വൻ ശക്തികൾ തമ്മിലുള്ള വിള്ളലുകൾ. പശ്ചിമേഷ്യൻ കടലിടുക്കുകളിൽ യുദ്ധക്കപ്പലുകൾ കത്തുമ്പോൾ സാമ്പത്തിക വിദഗ്ധർ ലോകത്തിന് നൽകുന്ന മുന്നറിയിപ്പുകൾ ഭീതിപ്പെടുത്തുന്നതാണ്. ഭൂമിയുടെ ഓരോ കോണിലും മാറിക്കൊണ്ടിരിക്കുന്ന ആ ഭൗമരാഷ്ട്രീയ സമവാക്യങ്ങളെക്കുറിച്ച് വിശദമായി പരിശോധിക്കാം. ലോകയിലേക്ക് സ്വാഗതം. ആഗോള ആണവ ഭൂപടത്തിൽ ഇന്ന് ബംഗ്ലാദേശ് തങ്ങളുടെ പേര് തുന്നിച്ചേർത്തിരിക്കുകയാണ്. പപ്നയിലെ രൂപൂർ ആണവ നിലയത്തിൽ ആദ്യഘട്ട ഇന്ധനം നിറച്ചതോടെ ദക്ഷിണേഷ്യയിലെ രണ്ടാമത്തെ ആണവ ഊർജ്ജ രാജ്യമായി ബംഗ്ലാദേശ് മാറി. എന്നാൽ ഇതൊരു ഊർജ്ജ ദൗത്യം മാത്രമല്ല. റഷ്യയുടെ സാങ്കേതിക കരുത്തിൽ ഉയർന്ന ഈ പടുകൂറ്റൻ പദ്ധതി ഇന്ത്യയുടെ സുരക്ഷാ താൽപര്യങ്ങളെയും പശ്ചിമ ബംഗാൾ അടക്കമുള്ള അതിർത്തി സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെയും എങ്ങനെ ബാധിക്കും? അയൽപക്കത്തെ ഈ ആറ്റോമിക് വിപ്ലവത്തിന്റെ പിന്നാമ്പുറങ്ങൾ പരിശോധിക്കാം. അയൽ രാജ്യമായ ബംഗ്ലാദേശ് തങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. പബ്ന ജില്ലയിലെ രൂപൂർ ആണവ നിലയത്തിൽ ആദ്യഘട്ട ഇന്ധനം നിറയ്ക്കൽ പ്രക്രിയ ആരംഭിച്ചതോടെ ലോകത്തിലെ ആണവ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ബംഗ്ലാദേശും ഔദ്യോഗികമായി കടന്നു വന്നിരിക്കുന്നു. ദക്ഷിണേഷ്യൻ രാഷ്ട്രീയത്തിലും സാമ്പത്തിക മേഖലയിലും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന ഈ നീക്കം കേവലം ഒരു രാജ്യത്തിന്റെ ഊർജ്ജ ദൗത്യം എന്നതിനേക്കാൾ മേഖലയിലെ ഭൗമ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കൂടി സ്വാധീനിക്കുന്ന ഒന്നാണ്. റഷ്യയുടെ പൂർണ്ണമായ സാങ്കേതിക സഹായത്തോടെയും സാമ്പത്തിക പിന്തുണയോടെയും നിർമ്മിക്കപ്പെട്ട ഈ പദ്ധതി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതീവ താൽപര്യത്തോടെ നിരീക്ഷിക്കേണ്ട ഒന്നായി മാറുന്നത് എന്തുകൊണ്ടാണെന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ബംഗ്ലാദേശിന്റെ തലസ്ഥാനമായ ധാക്കയിൽ നിന്നും ഏകദേശം 160 കിലോമീറ്റർ അകലെയുള്ള പബ്നയിലാണ് രൂപൂർ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത്. 2 യൂണിറ്റുകളിലായി ആകെ 2.4 ജിഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള ഈ നിലയം രാജ്യത്തിന്റെ ആകെ വൈദ്യുതി ആവശ്യത്തിന്റെ 10 മുതൽ 12% വരെ നിറവേറ്റുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. റഷ്യൻ സ്റ്റേറ്റ് ആണവ ഏജൻസിയായ റൊസാറ്റമാണ് ഈ ബൃഹത്തായ പദ്ധതിയുടെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. ഏകദേശം $13 ബില്യൺ ചെലവ് വരുന്ന ഈ പദ്ധതിയുടെ 90% തുകയും റഷ്യൻ സർക്കാർ വായ്പയായാണ് നൽകുന്നത് എന്നത് ഈ പദ്ധതിയിൽ റഷ്യക്കുള്ള താൽപര്യം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നു. റഷ്യയുടെ ഏറ്റവും പുതിയ VVER 1200 റിയാക്ടറുകളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. 3ാം തലമുറയിലെ ഏറ്റവും ആധുനികമായ ഈ റിയാക്ടറുകൾ സുരക്ഷാ മാനദണ്ഡങ്ങളിലും കാര്യക്ഷമതയിലും മുൻപന്തിയിലാണ്. ആണവ നിലയത്തിന്റെ ആദ്യ യൂണിറ്റിൽ ഇന്ധനം നിറയ്ക്കുന്ന പ്രക്രിയ ആരംഭിച്ചത് കമ്മീഷനിങ്ങിന് മുന്നോടിയായുള്ള പ്രാഥമിക ഘട്ടമായാണ് കണക്കാക്കുന്നത്. ഇന്ധനം നിറച്ച ശേഷം റിയാക്ടറിനെ നിയന്ത്രിതമായ രീതിയിൽ പ്രവർത്തന സജ്ജമാക്കുകയും വിവിധ ഘട്ടങ്ങളിലെ പരിശോധനകൾക്ക് ശേഷം പടിപടിയായി വൈദ്യുതി ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും ചെയ്യും. 2026 അവസാനത്തോടെ ഈ യൂണിറ്റ് പൂർണ്ണമായി ബംഗ്ലാദേശിന് കൈമാറാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത്. എങ്കിലും വാണിജ്യാടിസ്ഥാനത്തിലുള്ള പൂർണ്ണമായ ഉൽപ്പാദനം 2027 മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഒരു രാജ്യം എന്ന നിലയിൽ ബംഗ്ലാദേശിന്റെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിനും വ്യാവസായിക മേഖലയിലെ വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും ഈ പദ്ധതി വലിയൊരു മുതൽക്കൂട്ടാകുമെന്ന് ബംഗ്ലാദേശ് ശാസ്ത്ര സാങ്കേതിക മന്ത്രി ഫക്കീർ മഹമ്മൂദ് അന്നം പ്രത്യാശ പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ ആണവ നിലയത്തിന്റെ നിർമ്മാണത്തിന് പിന്നിലെ സാങ്കേതിക വിദ്യയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. തമിഴ്നാട്ടിലെ കൂടംകുളത്ത് നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന റഷ്യൻ നിർമ്മിത VVER 1000 റിയാക്ടറുകൾ മലയാളികൾക്ക് ഏറെ പരിചിതമാണ്. കേരളത്തിന്റെ അയൽ സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന കൂടംകുളം നിലയത്തിന്റെ 4ാം ഘട്ട വിപുലീകരണത്തിൽ 7ഉം 8ഉം യൂണിറ്റുകൾക്കായി ബംഗ്ലാദേശ് ഇപ്പോൾ ഉപയോഗിക്കുന്ന VVER 1200 റിയാക്ടറുകൾ ഉപയോഗിക്കാൻ ഇന്ത്യയും ആലോചിക്കുന്നുണ്ട്. റഷ്യൻ സാങ്കേതിക വിദ്യയിലുള്ള ഇന്ത്യയുടെ പരിചയസമ്പത്തും ബംഗ്ലാദേശിലെ പുതിയ പ്ലാന്റിന്റെ പ്രവർത്തനവും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട്. ഇന്ത്യയിലെയും ബംഗ്ലാദേശിലെയും റഷ്യൻ നിർമ്മിത പ്ലാന്റുകൾക്കായി ഒരേ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നത് ദക്ഷിണേഷ്യൻ ആണവ മേഖലയിൽ റഷ്യയുടെ സ്വാധീനം വർദ്ധിക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇന്ത്യ ഈ നീക്കത്തെ അതീവ ജാഗ്രതയോടെ ഉറ്റുനോക്കുന്നതിന് പിന്നിൽ സുരക്ഷാപരമായ കാരണങ്ങളും സാമ്പത്തിക താൽപര്യങ്ങളും ഒരുപോലെയുണ്ട്. ബംഗ്ലാദേശിന്റെ ആണവ നിലയം ഇന്ത്യൻ അതിർത്തിയോട്, പ്രത്യേകിച്ച് പശ്ചിമ ബംഗാളിനോട് വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഏതൊരു ആണവ നിലയത്തിന്റെയും സുരക്ഷാ മാനദണ്ഡങ്ങൾ അയൽ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. കൂടാതെ നിലവിൽ ബംഗ്ലാദേശ് തങ്ങളുടെ വൈദ്യുതി ആവശ്യങ്ങൾക്കായി ഇന്ത്യയെ വലിയ തോതിൽ ആശ്രയിക്കുന്നുണ്ട്. അദാനി പവർ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ കമ്പനികൾ ബംഗ്ലാദേശിലേക്ക് വൻതോതിൽ വൈദ്യുതി കയറ്റുമതി ചെയ്യുന്നുണ്ട്. രൂപൂർ പ്ലാന്റ് പ്രവർത്തന സജ്ജമാകുന്നതോടെ ബംഗ്ലാദേശിന്റെ വൈദ്യുതി ഇറക്കുമതി കുറയാൻ സാധ്യതയുണ്ട്. ഇത് ഇന്ത്യയുടെ ഊർജ്ജ കയറ്റുമതി മേഖലയിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയേക്കാം. എങ്കിലും പെട്ടെന്നൊരു മാറ്റം ഉണ്ടാകില്ലെന്നും ദീർഘകാലാടിസ്ഥാനത്തിൽ മാത്രമേ ഇന്ത്യയിൽ നിന്നുള്ള വൈദ്യുതി ഇറക്കുമതി ബംഗ്ലാദേശ് കുറയ്ക്കുകയുള്ളൂ എന്നുമാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. ബംഗ്ലാദേശിന്റെ
ഈ ആണവ സ്വപ്നത്തിന് ഇന്ത്യ നൽകുന്ന പിന്തുണയും ശ്രദ്ധേയമാണ്. റഷ്യയും ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ത്രിരാഷ്ട്ര കരാർ പ്രകാരം പദ്ധതിയുടെ നിർമ്മാണത്തിലും ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുന്നതിലും ഇന്ത്യ സഹകരിക്കുന്നുണ്ട്. കൂടംകുളം ആണവ നിലയത്തിൽ വെച്ചാണ് ബംഗ്ലാദേശിലെ ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ പരിശീലനം നൽകി വരുന്നത്. അതായത് ബംഗ്ലാദേശിന്റെ ആണവ നേട്ടം ഇന്ത്യക്ക് ഒരു വെല്ലുവിളിയായല്ല, മറിച്ച് മേഖലയിലെ ഊർജ്ജ സഹകരണത്തിന്റെ പുതിയൊരു മാതൃകയായാണ് ഇന്ത്യ കാണുന്നത്. എന്നിരുന്നാലും ചൈനയും റഷ്യയും ബംഗ്ലാദേശിൽ നടത്തുന്ന വൻതോതിലുള്ള നിക്ഷേപങ്ങൾ ഭൗമരാഷ്ട്രീയമായി ഇന്ത്യക്ക് നിരീക്ഷണത്തിന് അർഹമായ കാര്യങ്ങളാണ്. അയൽ രാജ്യങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ റഷ്യയെ പോലെയുള്ള വൻ ശക്തികളുടെ നേരിട്ടുള്ള ഇടപെടൽ മേഖലയിലെ അധികാര സമവാക്യങ്ങളെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് ഇന്ത്യ കൃത്യമായി വിശകലനം ചെയ്യുന്നുണ്ട്. ഊർജ്ജ ഉൽപാദനത്തിനായി കൽക്കരിയും പ്രകൃതിവാതകത്തെയും അമിതമായി ആശ്രയിക്കുന്ന രീതിയിൽ നിന്നും പരിസ്ഥിതി സൗഹൃദമായ ആണവോർജ്ജത്തിലേക്ക് മാറാനുള്ള ബംഗ്ലാദേശിന്റെ തീരുമാനം ആഗോളതലത്തിൽ തന്നെ വലിയ അംഗീകാരം നേടുന്നുണ്ട്. കാർബൺ ബഹിർഗമനം കുറയ്ക്കുന്നതിനും സുസ്ഥിര വികസനം കൈവരിക്കുന്നതിനും ഈ ആണവ നിലയം അവരെ സഹായിച്ചേക്കും. കൂടംകുളം ആണവ നിലയത്തെക്കുറിച്ച് കേരളത്തിൽ നിലനിൽക്കുന്ന ചർച്ചകൾക്ക് സമാനമായി സുരക്ഷാ ആശങ്കകൾ ബംഗ്ലാദേശിലും ഉയർന്നിട്ടുണ്ടെങ്കിലും റഷ്യൻ സാങ്കേതിക വിദ്യയിലുള്ള വിശ്വാസമാണ് പദ്ധതിയെ മുന്നോട്ട് നയിക്കുന്നത്. VVER 1200 റിയാക്ടറുകൾക്ക് പ്രകൃതിക്ഷോഭങ്ങളെയും വിമാന അപകടങ്ങളെയും പോലും പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഡബിൾ കണ്ടെയ്ൻമെന്റ് സുരക്ഷാ കവചങ്ങളുണ്ടെന്നത് ആശങ്കകൾക്ക് ഒരു പരിധിവരെ പരിഹാരമാണ്. ചുരുക്കത്തിൽ ബംഗ്ലാദേശിന്റെ ഈ പുതിയ ചുവടുവെപ്പ് ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾക്കിടയിലുള്ള ഊർജ്ജ വിനിമയ ബന്ധങ്ങളിൽ പുതിയൊരു അധ്യായം കുറിക്കുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ആണവ പദ്ധതികൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ റഷ്യൻ സാങ്കേതിക വിദ്യയുടെ പ്രവർത്തനക്ഷമത വിലയിരുത്താനുള്ള അവസരം കൂടിയാണിത്. അതോടൊപ്പം തന്നെ അയൽ രാജ്യത്തെ ഊർജ്ജ സ്വയം പര്യാപ്തത മേഖലയുടെ മൊത്തത്തിലുള്ള സാമ്പത്തിക വളർച്ചയെ എങ്ങനെ ബാധിക്കുമെന്നതും ഇന്ത്യക്ക് നിർണായകമാണ്. വരും വർഷങ്ങളിൽ രൂപൂർ ആണവ നിലയം പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാകുമ്പോൾ ബംഗ്ലാദേശ് കൈവരിക്കുന്ന സാമ്പത്തിക മുന്നേറ്റം ദക്ഷിണേഷ്യൻ മേഖലയിലെ മറ്റ് രാജ്യങ്ങൾക്കും മാതൃകയാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഊർജ്ജ രംഗത്തെ ഈ വിപ്ലവം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തെ കൂടുതൽ ദൃഢമാക്കുമെന്നും എന്നാൽ പരസ്പരമുള്ള താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഇന്ത്യ ജാഗ്രത തുടരുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. ഉടൻ തന്നെ ആണവ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിലെ മുൻനിരയിലേക്ക് എത്തുന്ന ബംഗ്ലാദേശിന് ഈ പ്ലാന്റ് ഒരു വലിയ ഊർജ്ജ ഗോപുരമായി മാറുമെന്ന് ഉറപ്പാണ്. ദക്ഷിണേഷ്യയുടെ ഭാവിയെ മാറ്റിമറിക്കാൻ പോകുന്ന ഈ ആണവ ദൗത്യം സാങ്കേതികവും സാമ്പത്തികവുമായ നിരവധി പാഠങ്ങളാണ് വരും തലമുറയ്ക്കായി കാത്തുവച്ചിരിക്കുന്നത്. അമേരിക്കയും ജർമ്മനിയും ഒരിക്കൽ പാശ്ചാത്യ ലോകത്തിന്റെ ഇരട്ട എഞ്ചിനുകളായിരുന്നവർ ഇന്ന് നേർക്കുനേർ നിൽക്കുകയാണ്. 2026 ഡൊണാൾഡ് ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയം യൂറോപ്പിന്റെ ആത്മാഭിമാനത്തെ മുറിവേൽപ്പിക്കുമ്പോൾ തകരുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം കെട്ടിപ്പടുത്ത സഖ്യരൂപങ്ങളാണ്. ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപ് തൊടുത്തുവിടുന്ന വാക്കുകൾ നാറ്റോയുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുകയാണ്. വാഷിംഗ്ടണും ബെർലിനും തമ്മിലുള്ള ഈ വാക്പോര് ലോകാക്രമത്തെ എങ്ങോട്ടാണ് നയിക്കുന്നത്? അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഒരിക്കൽ ഉറ്റ സുഹൃത്തുക്കളായിരുന്ന അമേരിക്കയും ജർമ്മനിയും തമ്മിലുള്ള ബന്ധം 2026 പുതിയൊരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ലോകം ഉറ്റുനോക്കുന്ന രണ്ട് പ്രബല ശക്തികൾ തമ്മിലുള്ള ഈ വാക്പോര് കേവലം രണ്ട് വ്യക്തികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമല്ല, മറിച്ച് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം കെട്ടിപ്പടുത്ത പാശ്ചാത്യ സഖ്യത്തിന്റെ അടിത്തറ ഇളകുന്നതിന്റെ സൂചനയായാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ വിലയിരുത്തുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ സ്വഭാവ ഗുണമായ അമേരിക്ക ഫസ്റ്റ് നയം കൂടുതൽ കർക്കശമാക്കി നടപ്പിലാക്കുമ്പോൾ യൂറോപ്പിന്റെ സാമ്പത്തിക എഞ്ചിനായ ജർമ്മനി തങ്ങളുടെ ആത്മാഭിമാനത്തിനും താൽപര്യങ്ങൾക്കും വേണ്ടി നിലകൊള്ളാൻ ശ്രമിക്കുന്നത് ആഗോളതലത്തിൽ വലിയ ചലനങ്ങളാണ് സൃഷ്ടിക്കുന്നത്. തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ ട്രംപ് നടത്തിയ രൂക്ഷമായ വിമർശനങ്ങൾ ജർമ്മൻ നേതൃത്വത്തെ മാത്രമല്ല നാറ്റോ സഖ്യത്തെ മുഴുവനായും അമ്പരപ്പിച്ചിരിക്കുകയാണ്. ജർമ്മനിയുടെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ലോകകാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടാതിരിക്കാനും ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെൻസിനോട് ട്രംപ് ആവശ്യപ്പെട്ടത് അത്യന്തം ഗൗരവകരമായ ഒരു നീക്കമാണ്. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ ജർമ്മനി പൂർണ്ണമായും പരാജയപ്പെട്ടുവെന്നാണ് ട്രംപിന്റെ പ്രധാന ആരോപണം. യുക്രൈനിലേക്ക് കോടിക്കണക്കിന് ഡോളറിന്റെ സഹായം അമേരിക്ക നൽകിക്കൊണ്ടിരിക്കുമ്പോൾ തങ്ങളുടെ തൊട്ടടുത്ത് നടക്കുന്ന ഈ യുദ്ധം അവസാനിപ്പിക്കാൻ യൂറോപ്പിലെ ഏറ്റവും വലിയ ശക്തിയായ ജർമ്മനിക്ക് സാധിക്കുന്നില്ല എന്നത് ട്രംപിനെ പ്രകോപിപ്പിക്കുന്നു. യുദ്ധം അവസാനിപ്പിക്കാൻ ക്രിയാത്മകമായ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നതിന് പകരം അമേരിക്കയെ വിമർശിക്കാനാണ് ജർമ്മനി ശ്രമിക്കുന്നതെന്ന വികാരമാണ് ട്രംപിന്റെ വാക്കുകളിൽ നിഴലിക്കുന്നത്. ഒരു പുതിയ ലോകക്രമം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്ന ട്രംപിന് മുന്നിൽ പഴയ സുഹൃത്തുക്കൾ തടസ്സമായി നിൽക്കുന്നു എന്ന തോന്നൽ ഈ വാക്പോരിന് ആക്കം കൂട്ടുന്നു. ഇറാൻ വിഷയത്തിലാണ് ഈ തർക്കം കൂടുതൽ രൂക്ഷമായത്.
ഇറാനിൽ നിന്നുള്ള ആണവ ഭീഷണി ഇല്ലാതാക്കാൻ അമേരിക്ക നടത്തുന്ന നീക്കങ്ങളെ ജർമ്മനി വിമർശിച്ചതാണ് ട്രംപിനെ ക്ഷുഭിതനാക്കിയത്. അമേരിക്കയുടെ നിലവിലെ ഇറാൻ തന്ത്രങ്ങൾ ഫലപ്രദമല്ലെന്നും ഇറാൻ അമേരിക്കയെ പരിഹസിക്കുകയാണെന്നുമാണ് ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെൻസ് കഴിഞ്ഞ ദിവസം അഭിപ്രായപ്പെട്ടത്. ഇറാനുമായുള്ള സംഘർഷത്തിൽ നിന്ന് പുറത്തു കടക്കാൻ അമേരിക്കയുടെ പക്കൽ വ്യക്തമായ പദ്ധതികളൊന്നുമില്ല എന്ന മെർസിന്റെ പ്രസ്താവന അമേരിക്കൻ ഭരണകൂടത്തെ ചൊടിപ്പിച്ചു. സ്വന്തം രാജ്യത്തെ കുടിയേറ്റ പ്രശ്നങ്ങളും ഊർജ്ജ പ്രതിസന്ധിയും പരിഹരിക്കാൻ കഴിയാത്തവർ അമേരിക്കയുടെ വിദേശ നയത്തെ ഉപദേശിക്കേണ്ടതില്ലെന്ന തിരിച്ചടിയാണ് ട്രംപ് നൽകിയത്. ജർമ്മനി നേരിടുന്ന കടുത്ത സാമ്പത്തിക മാന്ദ്യവും റഷ്യൻ ഇന്ധനത്തെ ആശ്രയിക്കുന്നത് അവസാനിപ്പിച്ചതിന് ശേഷമുള്ള ഊർജ്ജ പ്രതിസന്ധിയും ട്രംപ് ആയുധമാക്കുകയായിരുന്നു. ജർമ്മനിയിലെ ആഭ്യന്തര സാഹചര്യം ട്രംപിന്റെ വിമർശനങ്ങൾക്ക് വളക്കൂറുള്ള മണ്ണൊരുക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ജർമ്മനി നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് അനിയന്ത്രിതമായ കുടിയേറ്റം. ഇത് രാജ്യത്തെ സാമൂഹികവും സാമ്പത്തികവുമായ അസ്ഥിരതയിലേക്ക് നയിക്കുന്നുവെന്ന ആരോപണം ജർമ്മനിയിൽ തന്നെ ശക്തമാണ്. ഇതിനു പുറമെ റഷ്യയിൽ നിന്നുള്ള പ്രകൃതിവാതക വിതരണം നിലച്ചതോടെ ജർമ്മനിയുടെ വ്യാവസായിക മേഖല വലിയ തിരിച്ചടി നേരിടുന്നു. ഊർജ്ജ ചെലവ് വർദ്ധിച്ചതോടെ പല പ്രമുഖ കമ്പനികളും രാജ്യം വിടാൻ ആലോചിക്കുന്ന സാഹചര്യം നിലവിലുണ്ട്. ഈ ദൗർബല്യങ്ങളെ കൃത്യമായി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ട്രംപ് മെർസിനെ കടന്നാക്രമിച്ചത്. സ്വന്തം വീട് വൃത്തിയാക്കാൻ കഴിയാത്തവർ ലോകകാര്യങ്ങളിൽ ഇടപെടുന്നത് പരിഹാസ്യമാണെന്ന ശൈലിയിലാണ് ട്രംപ് സ്വീകരിച്ചിരിക്കുന്നത്. ഈ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ ഏറ്റവും വിനാശകരമായ വശം ജർമ്മനിയിൽ നിന്ന് അമേരിക്കൻ സൈനികരെ പിൻവലിക്കുമെന്ന ട്രംപിന്റെ ഭീഷണിയാണ്. നിലവിൽ 36,000-ലധികം അമേരിക്കൻ സൈനികരാണ് ജർമ്മനിയിൽ വിന്യസിക്കപ്പെട്ടിരിക്കുന്നത്. ശീതയുദ്ധകാലം മുതൽ യൂറോപ്പിന്റെ സുരക്ഷാ കവചമായി പ്രവർത്തിക്കുന്നത് ഈ സൈനിക സാന്നിധ്യമാണ്. എന്നാൽ അമേരിക്കൻ നികുതിപ്പണം ഉപയോഗിച്ച് മറ്റു രാജ്യങ്ങളെ സംരക്ഷിക്കേണ്ട ബാധ്യത തനിക്കില്ലെന്ന് ട്രംപ് ആവർത്തിക്കുന്നുണ്ട്. ജർമ്മനി സൈനിക ചെലവുകൾക്കായി കൂടുതൽ പണം മുടക്കുന്നില്ലെന്നും അമേരിക്കയെ ചൂഷണം ചെയ്യുകയാണെന്നുമാണ് അദ്ദേഹത്തിന്റെ പക്ഷം. സൈനിക പിന്മാറ്റം യാഥാർത്ഥ്യമായാൽ അത് നാറ്റോ സഖ്യത്തിന്റെ തകർച്ചയ്ക്കും യൂറോപ്പിൽ റഷ്യയുടെ സ്വാധീനം വർദ്ധിക്കുന്നതിനും കാരണമായേക്കാം. ഇത് ലോക രാഷ്ട്രീയത്തിലെ ശക്തി സമവാക്യങ്ങളെ പാടെ മാറ്റിമറിക്കും. അമേരിക്കയും യൂറോപ്യൻ നാറ്റോ സഖ്യകക്ഷികളും തമ്മിലുള്ള ഭിന്നത വർദ്ധിക്കുന്നത് റഷ്യയ്ക്കും ചൈനയ്ക്കും ഗുണകരമാകുമെന്ന ആശങ്ക അന്താരാഷ്ട്ര തലത്തിൽ ശക്തമാണ്. ഉഭയകക്ഷി ബന്ധങ്ങളിലെ ഈ വിള്ളലുകൾ ആഗോള സുരക്ഷയെ തന്നെ ബാധിച്ചേക്കാം. ജർമ്മനിയും അമേരിക്കയും തമ്മിലുള്ള ഈ വാക്പോര് കേവലം ഭരണാധികാരികൾ മാറുന്നതോടെ അവസാനിക്കുന്ന ഒന്നല്ല, മറിച്ച് രണ്ട് രാജ്യങ്ങളുടെയും വിദേശ നയങ്ങളിലെ അടിസ്ഥാനപരമായ മാറ്റങ്ങളെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഒരു വശത്ത് അമേരിക്കൻ ഐസൊലേഷനിസവും മറുവശത്ത് യൂറോപ്യൻ സ്വയംഭരണത്തിനായുള്ള ആഗ്രഹവും തമ്മിലുള്ള സംഘട്ടനമാണിത്. യഥാർത്ഥത്തിൽ ഈ തർക്കം ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പരീക്ഷണമാണ്. അമേരിക്കയുടെ സംരക്ഷണത്തിന് കീഴിൽ കഴിഞ്ഞിരുന്ന കാലം അവസാനിക്കുന്നുവെന്ന യാഥാർത്ഥ്യം ജർമ്മനി തിരിച്ചറിയേണ്ടതുണ്ട്. സ്വന്തം പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താനും റഷ്യയുമായുള്ള ബന്ധത്തിൽ പുതിയൊരു ബാലൻസ് കണ്ടെത്താനും ജർമ്മനി നിർബന്ധിതരാകുകയാണ്. അതേസമയം ട്രംപിന്റെ നീക്കങ്ങൾ അമേരിക്കയ്ക്കുള്ളിലും വലിയ ചർച്ചകൾക്ക് വഴിവെക്കുന്നുണ്ട്. സഖ്യകക്ഷികളെ പിണക്കുന്നത് അമേരിക്കയുടെ ആഗോള സ്വാധീനം കുറയ്ക്കുമെന്ന് ഒരു വിഭാഗം വാദിക്കുമ്പോൾ അമേരിക്കയുടെ വിഭവങ്ങൾ സ്വന്തം രാജ്യത്തിനായി മാറ്റിവെക്കണമെന്ന ട്രംപിന്റെ നയത്തിന് വലിയ ജനപിന്തുണയും ലഭിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ട്രംപിന്റെയും മെർസിന്റെയും നീക്കങ്ങൾ ലോകം അതീവ ജാഗ്രതയോടെയാണ് നിരീക്ഷിക്കുന്നത്. സൈനിക പിന്മാറ്റം സംബന്ധിച്ച ഔദ്യോഗിക തീരുമാനമുണ്ടായാൽ അത് യൂറോപ്പിന്റെ പ്രതിരോധ ഭൂപടത്തെ മാറ്റിമറിക്കും. റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നതിലും ഈ തർക്കം വലിയ പങ്ക് വഹിക്കും. അമേരിക്കയും ജർമ്മനിയും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാകുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയെയും ബാധിച്ചേക്കാം. അന്താരാഷ്ട്ര വേദികളിൽ ഒരേ സ്വരത്തിൽ സംസാരിക്കേണ്ടവർ തമ്മിലുള്ള ഈ ഭിന്നത പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ അത് ലോകക്രമത്തിന്റെ തന്നെ അന്ത്യത്തിന് തുടക്കമിട്ടേക്കാം. 2026-ലെ ഈ ഭൗമ രാഷ്ട്രീയ പ്രകമ്പനങ്ങൾ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ഇപ്പോൾ പ്രവചിക്കാനാവില്ലെങ്കിലും പഴയ സഖ്യങ്ങൾ പുതിയ വെല്ലുവിളികൾക്ക് മുന്നിൽ പതറുന്നു എന്ന സത്യം നമുക്ക് മുന്നിൽ അവശേഷിക്കുന്നുണ്ട്. ഒരു വശത്ത് ദേശീയതയും മറുവശത്ത് ആഗോള ഐക്യവും തമ്മിലുള്ള പോരാട്ടം അതിന്റെ തീക്ഷ്ണമായ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഫലം വരും ദശകങ്ങളിലെ ലോക ചരിത്രത്തെ നിർണ്ണയിക്കുമെന്ന കാര്യം ഉറപ്പാണ്. മിഡിൽ ഈസ്റ്റിലെ കടലിടുക്കിൽ നിന്ന് ഇപ്പോൾ വരുന്നത് അശാന്തിയുടെ വാർത്തകളാണ്. അമേരിക്കൻ നാവികസേനയുടെ കരുത്തായ USS എബ്രഹാം ലിങ്കണ് നേരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണം ലോകത്തെ ഞെട്ടിച്ചിരിക്കുന്നു. വൻ ശക്തിയായ അമേരിക്ക പ്രതിരോധത്തിലാകുന്ന കാഴ്ചയാണോ നാം കാണുന്നത്? ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലായ USS ജെറാൾഡ് ആർ ഫോർഡ് പിൻവാങ്ങുമ്പോൾ പശ്ചിമേഷ്യയിലെ അമേരിക്കൻ അപ്രമാദിത്യം അവസാനിക്കുകയാണോ? യുദ്ധകളത്തിലെ പുതിയ മാറ്റങ്ങൾ വിശദമായി പരിശോധിക്കാം. പശ്ചിമേഷ്യൻ കടലിലെ യുദ്ധ സാഹചര്യങ്ങൾ ആഗോള സുരക്ഷയ്ക്ക് വലിയ വെല്ലുവിളിയായി മാറുകയാണ്. നിലവിൽ പുറത്തുവരുന്ന വാർത്തകൾ അതീവ ഗൗരവതരമാണ്. അമേരിക്കയുടെ പടുകൂറ്റൻ വിമാനവാഹിനി കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിലുണ്ടായ നാശനഷ്ടങ്ങളുടെ വ്യാപ്തിയും തുടർന്നുണ്ടാകാൻ പോകുന്ന തിരിച്ചടികളും ലോകക്രമത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായേക്കാം.
അമേരിക്കൻ നാവികസേനയുടെ അഭിമാനമായ USS എബ്രഹാം ലിങ്കന് നേരെ ഇറാൻ തൊടുത്തുവിട്ട മിസൈലുകൾ ലക്ഷ്യം കണ്ടു എന്ന ഇറാൻ നാവികസേനാ മേധാവിയുടെ വെളിപ്പെടുത്തൽ വൻ ശക്തിയായ അമേരിക്കയെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു. 7 മിസൈലുകളാണ് എബ്രഹാം ലിങ്കനിൽ പതിച്ചതെന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. ഇതോടെ ദശാബ്ദങ്ങളായി മിഡിൽ ഈസ്റ്റിൽ നിലനിൽക്കുന്ന അമേരിക്കൻ മേധാവിത്വത്തിന് കനത്ത തിരിച്ചടിയാണ് നേരിട്ടിരിക്കുന്നത്. ഇറാന്റെ ഈ സൈനിക കരുത്തിന് മുന്നിൽ ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലായ USS ജെറാൾഡ് R. ഫോർഡ് പശ്ചിമേഷ്യൻ തീരങ്ങളിൽ നിന്ന് പിൻവാങ്ങുന്നു എന്ന വാർത്തകൾ കൂടി പുറത്തു വരുമ്പോൾ മേഖലയിലെ അധികാര സമവാക്യങ്ങൾ അടിമുടി മാറുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. മിഡിൽ ഈസ്റ്റിൽ ഇറാന്റെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ അമേരിക്കൻ സേനയ്ക്ക് സാധിക്കുന്നില്ല എന്നതിന്റെ വ്യക്തമായ തെളിവായിട്ടാണ് USS ജെറാൾഡ് R. ഫോർഡിന്റെ പിന്മാറ്റത്തെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലുതും അത്യാധുനികവുമായ ഈ വിമാനവാഹിനി കപ്പൽ 10 മാസത്തിലേറെയായി സമുദ്രമധ്യത്തിൽ തുടർച്ചയായി നിലയുറപ്പിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ഇറാന്റെ നിരന്തരമായ ഭീഷണികൾക്കും ആക്രമണങ്ങൾക്കും പുറമെ കപ്പലിനുള്ളിലെ സാങ്കേതിക തകരാറുകളും അമേരിക്കൻ നാവികസേനയെ തളർത്തിയിട്ടുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിൽ നിർണായക സ്വാധീനം ചെലുത്തിയിരുന്ന ഈ കപ്പലിന്റെ പിന്മാറ്റം മേഖലയിൽ വലിയൊരു അധികാര ശൂന്യത സൃഷ്ടിക്കുമെന്നതിൽ സംശയമില്ല. ഇറാന്റെ ഭാഗത്തു നിന്നും അപ്രതീക്ഷിതമായ ഒരു വലിയ ആക്രമണം ഉണ്ടായേക്കുമെന്ന ഭയമാണ് ഇത്തരമൊരു പിന്മാറ്റത്തിന് പിന്നിലെ പ്രധാന കാരണമെന്നാണ് വാഷിംഗ്ടൺ പോസ്റ്റ് അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അമേരിക്കൻ സൈനിക ചരിത്രത്തിൽ തന്നെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഇത്തരം തിരിച്ചടികൾ വൈറ്റ് ഹൗസിനെ വലിയ ആശങ്കയിലാക്കുന്നു. അമേരിക്കൻ നാവികസേനയെ സംബന്ധിച്ചിടത്തോളം ദുരന്തങ്ങളുടെ പരമ്പരയാണ് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായത്. എബ്രഹാം ലിങ്കന് നേരെയുണ്ടായ ആക്രമണത്തിന് പിന്നാലെ അമേരിക്കയുടെ 3ാമത്തെ യുദ്ധക്കപ്പലിലും തീപിടുത്തമുണ്ടായതായി റിപ്പോർട്ടുകൾ വരുന്നു. കപ്പലിന്റെ എഞ്ചിൻ റൂമിലുണ്ടായ തീപിടുത്തത്തിൽ എഞ്ചിൻ തകരുകയും കപ്പലിന്റെ പ്രവർത്തനം പൂർണ്ണമായും നിലയ്ക്കുകയും ചെയ്തു. ഇറാനുമായുള്ള യുദ്ധ സാധ്യതകൾ നിലനിൽക്കെ തങ്ങളുടെ തന്ത്രപ്രധാനമായ ആയുധങ്ങൾ ഒന്നൊന്നായി നശിക്കുന്നത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാണ്. സാങ്കേതിക മികവിൽ ലോകത്തെ വിസ്മയിപ്പിച്ചിരുന്ന അമേരിക്കൻ കപ്പലുകൾക്ക് ഇത്തരത്തിൽ തുടർച്ചയായി നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നത് അവരുടെ പ്രതിരോധ വ്യവസ്ഥയിലെ പാളിച്ചകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. എന്നിരുന്നാലും തങ്ങളുടെ പടക്കപ്പലുകൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടും ടെഹ്റാനെതിരെയുള്ള സൈനിക നീക്കങ്ങളിൽ നിന്ന് പിന്മാറാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തയ്യാറല്ല. കൂടുതൽ സൈനിക സജ്ജീകരണങ്ങളുമായി മുന്നോട്ട് പോകാനാണ് അദ്ദേഹത്തിന്റെ തീരുമാനം. ഈ സംഘർഷം കേവലം 2 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമായി മാത്രം കാണാൻ സാധിക്കില്ല. ലോകത്തിലെ എണ്ണ വിതരണത്തിന്റെ പ്രധാന പാതയായ ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം ആർക്കാണെന്നത് ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. അമേരിക്കൻ പടക്കപ്പലുകൾ തകർക്കപ്പെടുന്നതും അവ പിന്മാറുന്നതും ഇറാന്റെ സ്വാധീനം മേഖലയിൽ വർദ്ധിപ്പിക്കുന്നു. ഇത് ഇന്ധനവില വർധനവിനും അതുവഴി ആഗോള വിപണിയിൽ വലിയ പ്രത്യാഘാതങ്ങൾക്കും കാരണമായേക്കാം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം പശ്ചിമേഷ്യയിലെ ഓരോ ചലനവും വളരെ പ്രധാനപ്പെട്ടതാണ്. ലക്ഷക്കണക്കിന് മലയാളികളാണ് തൊഴിലിനായി ഈ മേഖലയെ ആശ്രയിക്കുന്നത്. അവിടെയുണ്ടാകുന്ന ഒരു യുദ്ധ സാഹചര്യം മലയാളികളുടെ ജീവിതത്തെയും കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെയും നേരിട്ട് ബാധിക്കും. അതുകൊണ്ട് തന്നെ അമേരിക്കൻ കപ്പലുകൾക്ക് നേരെയുണ്ടാകുന്ന ഓരോ ആക്രമണ വാർത്തയും വലിയ ആശങ്കയോടെയാണ് പ്രവാസി കുടുംബങ്ങൾ നോക്കിക്കാണുന്നത്. ഇറാന്റെ മിസൈൽ സാങ്കേതിക വിദ്യ അടുത്ത കാലത്തായി വലിയ പുരോഗതി കൈവരിച്ചിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. അമേരിക്കൻ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് ലക്ഷ്യസ്ഥാനത്തെത്താൻ ഇറാനിയൻ മിസൈലുകൾക്ക് സാധിക്കുന്നു എന്നത് പെന്റഗണിനെ അമ്പരപ്പിക്കുന്നുണ്ട്. നേരത്തെയും അമേരിക്കൻ ഡ്രോണുകളെയും മറ്റും ഇറാൻ വെടിവെച്ചിട്ടുണ്ടെങ്കിലും ഒരു വിമാനവാഹിനി കപ്പലിന് നേരെ ഇത്രയും പ്രഹരശേഷിയുള്ള ആക്രമണം നടത്തുന്നത് ഇതാദ്യമായാണ്. USS എബ്രഹാം ലിങ്കൻ പോലെ ഒരു ഭീമൻ കപ്പലിനെ ലക്ഷ്യം വെക്കാൻ ഇറാൻ കാണിച്ച ധൈര്യം അമേരിക്കൻ സൈനിക വൃത്തങ്ങളിൽ ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട്. ലോക പോലീസ് എന്ന അമേരിക്കയുടെ ഇമേജിന് മങ്ങലേൽപ്പിക്കുന്ന തരത്തിലാണ് ഇറാന്റെ ഓരോ നീക്കങ്ങളും. പ്രതിരോധ മേഖലയിലെ ഈ വൻ ശക്തികളുടെ ഏറ്റുമുട്ടൽ ഒരു 3ാം ലോക മഹായുദ്ധത്തിന് വിത്തിടുമോ എന്ന പേടിയിലാണ് ഇന്ന് ലോകരാജ്യങ്ങളെല്ലാം. പശ്ചിമേഷ്യൻ രാഷ്ട്രങ്ങൾക്കിടയിൽ ഈ സംഭവങ്ങൾ സമ്മിശ്ര വികാരമാണ് ഉണ്ടാക്കുന്നത്. ഇസ്രയേൽ അടക്കമുള്ള അമേരിക്കൻ സഖ്യകക്ഷികൾ വലിയ ജാഗ്രതയിലാണ്. അതേസമയം മേഖലയിലെ അമേരിക്കൻ സാന്നിധ്യം കുറയുന്നത് തങ്ങൾക്ക് ഗുണകരമാകുമെന്ന് ഇറാൻ അനുകൂല രാജ്യങ്ങൾ കരുതുന്നു. യുദ്ധത്തിന് മുൻപുള്ള ഒരു വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ അമേരിക്കൻ നാവികസേന നേരിടുന്നത്. തങ്ങളുടെ കപ്പലുകൾക്ക് സംഭവിക്കുന്ന സാങ്കേതിക തകരാറുകളും ഇറാനിൽ നിന്നുള്ള ആക്രമണങ്ങളും ഒരേ സമയം പ്രതിരോധിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് അവർ. പ്രസിഡന്റ് ട്രംപ് യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ ശക്തമാക്കുമ്പോഴും അമേരിക്കയ്ക്കുള്ളിൽ തന്നെ സൈനിക നീക്കങ്ങൾക്കെതിരെ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. സ്വന്തം സൈനികരുടെ ജീവനും വിലപിടിപ്പുള്ള യുദ്ധ സാമഗ്രികളും നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പോരാട്ടം അമേരിക്കൻ ജനതയ്ക്ക് എത്രത്തോളം സ്വീകാര്യമാകുമെന്നത് കണ്ടറിയണം. ചുരുക്കത്തിൽ മിഡിൽ ഈസ്റ്റിലെ സമുദ്രാതിർത്തികളിൽ ഇന്ന് അശാന്തിയുടെ പുകപടലങ്ങൾ ഉയരുകയാണ്. അത്യാധുനിക സാങ്കേതിക വിദ്യയും വമ്പൻ ആയുധ ശേഖരവുമുള്ള അമേരിക്കയും തങ്ങളുടെ മണ്ണും അഭിമാനവും സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകാൻ തയ്യാറുള്ള ഇറാനും തമ്മിലുള്ള ഈ പോരാട്ടം
ലോക ചരിത്രത്തിലെ തന്നെ നിർണായകമായ ഒരു വഴിത്തിരിവാണ്. സമാധാന ചർച്ചകൾ പരാജയപ്പെടുകയും സൈനികമായ നീക്കങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തുവരുന്ന വാർത്തകൾ ലോകത്തിന്റെ തന്നെ ഭാവി നിശ്ചയിക്കുന്നവയായിരിക്കും. ഇറാന്റെ കരുത്തിന് മുന്നിൽ അമേരിക്ക ശരിക്കും വിറയ്ക്കുകയാണോ, അതോ ഇത് മറ്റൊരു വലിയ സൈനിക നീക്കത്തിന് മുന്നോടിയായുള്ള തന്ത്രപരമായ പിന്മാറ്റമാണോ എന്ന് കാലം തെളിയിക്കേണ്ടതാണ്. എങ്കിലും ഒന്നുറപ്പാണ്, പശ്ചിമേഷ്യൻ മണ്ണിൽ നിന്ന് പുകയുന്ന ഈ വാർത്തകൾ ലോക സമാധാനത്തിന് വലിയൊരു ഭീഷണി തന്നെയാണ് ഉയർത്തുന്നത്. ഇന്ധന പ്രതിസന്ധിയും സാമ്പത്തിക തകർച്ചയും ഒരു രാജ്യത്തെ എങ്ങനെ ശ്വാസം മുട്ടിക്കുന്നു എന്നതിന് പാകിസ്ഥാൻ ഒരു ഉദാഹരണമായി മാറുകയാണ്. പ്രശസ്ത സാമ്പത്തിക വിദഗ്ധൻ റോബർട്ട് കിയോസാക്കി പങ്കുവച്ച ഒരു കുറിപ്പിപ്പോൾ വലിയ ചർച്ചയാകുന്നു. ഇന്ത്യ കരുതലോടെ നീങ്ങുമ്പോൾ പാകിസ്ഥാൻ ഭരണകൂടം തങ്ങളുടെ ജനതയ്ക്ക് നൽകുന്ന കപടമായ സുരക്ഷിത ബോധത്തെ കിയോസാക്കി തുറന്നുകാട്ടുന്നു. അയൽ രാജ്യത്തെ സാമ്പത്തിക തകർച്ചയും ഇന്ത്യയുടെ പക്വമായ ഇടപെടലുകളും തമ്മിലുള്ള അന്തരം എത്രത്തോളമുണ്ട്? കിയോസാക്കിയുടെ നിരീക്ഷണങ്ങളിലേക്ക്. ലോകപ്രശസ്ത സാമ്പത്തിക വിദഗ്ധനും റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന വിഖ്യാത പുസ്തകത്തിന്റെ രചയിതാവുമായ റോബർട്ട് കിയോസാക്കി അടുത്തിടെ പങ്കുവച്ച ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആഗോളതലത്തിൽ, പ്രത്യേകിച്ച് ദക്ഷിണേഷ്യൻ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. അയൽ രാജ്യങ്ങളായ ഇന്ത്യയും പാകിസ്ഥാനും നിലവിലെ ആഗോള ഇന്ധന പ്രതിസന്ധിയെ എങ്ങനെയാണ് നേരിടുന്നത് എന്നതിനെക്കുറിച്ചിട്ടുള്ള തികച്ചും വ്യത്യസ്തമായ രണ്ട് ചിത്രങ്ങളാണ് അദ്ദേഹം ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടിയത്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ കൊടുമ്പിരി കൊള്ളുകയും അതുപോലെ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുതിച്ചുയരുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ ഭരണാധികാരികളുടെ അവകാശവാദങ്ങളും ജനങ്ങൾ നേരിടുന്ന പച്ചയായ യാഥാർത്ഥ്യങ്ങളും തമ്മിലുള്ള അന്തരം എത്രത്തോളമുണ്ടെന്ന് പാകിസ്ഥാനിലെ അവസ്ഥയെ മുൻനിർത്തി കിയോസാക്കി വിശകലനം ചെയ്യുന്നു. പാകിസ്ഥാൻ ഭരണകൂടം ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ച കപടമായ സുരക്ഷിത ബോധത്തെ കിയോസാക്കി തന്റെ കുറിപ്പിലൂടെ പാടെ തകർത്തിരിക്കുകയാണ്. പാകിസ്ഥാൻ പെട്രോളിയം മന്ത്രി അലി പർവേസ് മാലിക് നടത്തിയ വിരോധാഭാസം നിറഞ്ഞ പ്രസ്താവനകളെയാണ് കിയോസാക്കി പ്രധാനമായും കടന്നാക്രമിച്ചത്. ഒരു രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷ എന്നത് വെറും വാക്കുകളിലല്ല, മറിച്ച് കൃത്യമായ ആസൂത്രണങ്ങളിലും കരുതൽ ശേഖരത്തിലുമാണ് ഇരിക്കുന്നത് എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. പാകിസ്ഥാനിൽ തന്ത്രപരമായ പെട്രോളിയം കരുതൽ ശേഖരം ഒരു ദിവസത്തേക്ക് പോലും തികയുന്ന രീതിയിൽ നിലവിലില്ലെന്ന് മന്ത്രിക്ക് ഒടുവിൽ തുറന്ന് സമ്മതിക്കേണ്ടി വന്നു. എന്നാൽ ഇതിന് തൊട്ടു പിന്നാലെ നടന്ന മറ്റൊരു വാർത്താ സമ്മേളനത്തിൽ ഇതേ മന്ത്രി തന്നെ തികച്ചും വിപരീതമായ കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. അത് പാകിസ്ഥാൻ ഭരണകൂടം നേരിടുന്ന വിശ്വാസ്യതയുടെ തകർച്ചയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പാകിസ്ഥാന്റെ ഇന്ധന വിതരണം അതീവ സുരക്ഷിതമാണെന്നും അയൽ രാജ്യമായ ഇന്ത്യയെ അപേക്ഷിച്ച് തങ്ങൾ മെച്ചപ്പെട്ട നിലയിലാണെന്നുമാണ് അദ്ദേഹം അന്ന് അവകാശപ്പെട്ടത്. ഇന്ത്യയിൽ പെട്രോൾ പമ്പുകളിൽ നീണ്ട ക്യൂ ആണെന്നും ഇന്ധനക്ഷാമം രൂക്ഷമാണെന്നുമുള്ള വ്യാജമായ ഒരു ചിത്രം അദ്ദേഹം പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ചു. എന്നാൽ ഈ അവകാശവാദങ്ങളെല്ലാം വെറും രാഷ്ട്രീയ നാടകങ്ങളായിരുന്നുവെന്ന് കിയോസാക്കി തെളിവുകൾ സഹിതം സമർത്ഥിക്കുന്നു. യഥാർത്ഥത്തിൽ 2026 ഏപ്രിൽ മാസത്തോടെ പശ്ചിമേഷ്യയിൽ ഇറാന്റെ ഇടപെടലുകളെ തുടർന്ന് ഹോർമൂസ് കടലിടുക്കിലുണ്ടായ ചരക്ക് നീക്ക തടസ്സങ്ങൾ പാകിസ്ഥാന്റെ നട്ടലൊടിക്കുന്ന കാഴ്ചയാണ് ലോകം കണ്ടത്. ഒരു മാസത്തിനുള്ളിൽ പാകിസ്ഥാനിൽ പെട്രോൾ വില ലിറ്ററിന് 320 രൂപയിൽ നിന്ന് 458 രൂപയായി കുതിച്ചുയർന്നു. അതായത് ഏകദേശം 43% വർധനവ്. ഡീസലിന്റെ കാര്യമാകട്ടെ ഇതിലും ഭയാനകമായിരുന്നു. 335 രൂപയിൽ നിന്ന് 530 രൂപയിലേക്കാണ് ഡീസൽ വില ഉയർന്നത്. ഈ വിലക്കയറ്റം പാകിസ്ഥാനിലെ സാധാരണക്കാരന്റെ ജീവിതത്തെ നരകതുല്യമാക്കി. ഇന്ധനവില കുതിച്ചതോടെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലയും ആകാശത്തോളം ഉയർന്നു. രാജ്യവ്യാപകമായി വൻ പ്രതിഷേധങ്ങളാണ് ഇതിനെ തുടർന്ന് പൊട്ടിപ്പുറപ്പെട്ടത്. വ്യാപാര മേഖലകൾ തകരുകയും വിതരണ ശൃംഖലകൾ നിശ്ചലമാവുകയും ചെയ്തതോടെ രാജ്യം ഒരു ദേശീയ അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ അവസ്ഥയിലായി. ഭരണകൂടം പറഞ്ഞ സുരക്ഷിതത്വവും ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതവും തമ്മിലുള്ള ഈ വലിയ വിടവിനെയാണ് കിയോസാക്കി കണ്ണാടി കാണിച്ചു കൊടുക്കൽ എന്ന് വിശേഷിപ്പിച്ചത്. എന്നാൽ അതിർത്തിയുടെ മറ്റൊരു വശത്ത് ഭാരതം ഈ പ്രതിസന്ധിയെ നേരിട്ടത് തികഞ്ഞ പക്വതയോടും ദീർഘവീക്ഷണത്തോടെയുമാണ്. അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണയുടെ വില ബാരലിന് $120 മുകളിലേക്ക് ഉയർന്നപ്പോഴും ഇന്ത്യയിൽ ഇന്ധനവില വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല എന്നത് ലോകത്തെ അത്ഭുതപ്പെടുത്തി. ഇന്ത്യയുടെ ഈ നിശബ്ദമായ സുസ്ഥിരതയ്ക്ക് പിന്നിൽ വർഷങ്ങൾ നീണ്ട ആസൂത്രണമുണ്ടായിരുന്നു എന്ന് കിയോസാക്കി നിരീക്ഷിക്കുന്നു. കോവിഡ് മഹാമാരിയുടെ കാലത്തും റഷ്യ ഉക്രൈൻ യുദ്ധസമയത്തും ഇപ്പോൾ ഇറാന്റെ സംഘർഷാവസ്ഥയിലും ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറ കുലുങ്ങിയിട്ടില്ല. ഇതിന്റെ പ്രധാന കാരണം ഇന്ത്യ കെട്ടിപ്പടുത്ത തന്ത്രപരമായ പെട്രോളിയം കരുതൽ ശേഖരമാണ്. പാകിസ്ഥാൻ അധികൃതർ പോലും അസൂയയോടെ സമ്മതിക്കുന്നത് പോലെ ഒരു ഒപ്പിട്ടാൽ വിപണിയിലേക്ക് ആവശ്യമായ എണ്ണ എത്തിക്കാൻ സാധിക്കുന്ന വിധത്തിൽ 60 മുതൽ 70 ദിവസത്തേക്കുള്ള കരുതൽ ശേഖരം ഇന്ത്യക്കുണ്ട്. ഇന്ത്യയുടെ ഊർജ്ജതന്ത്രം കേവലം കരുതൽ ശേഖരത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ പട്ടിക വിപുലീകരിച്ചതും റഷ്യയിൽ നിന്ന് കുറഞ്ഞ നിരക്കിൽ എണ്ണ വാങ്ങാനുള്ള നയതന്ത്രപരമായ തീരുമാനവും ഇന്ത്യക്ക് തുണയായി.
കൂടാതെ 2026-ൽ വെനിസ്വേലയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി പുനരാരംഭിച്ചതും ഇന്ത്യയുടെ നില മെച്ചപ്പെടുത്തി. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണ ഹബ്ബുകളിലൊന്നായി ഇന്ത്യ മാറിയതും ഈ പ്രതിസന്ധി ഘട്ടത്തിൽ വലിയ ഗുണകരമായി. ആഭ്യന്തര വിപണിയിൽ വില കൂടാതെ പിടിച്ചു നിർത്താൻ കയറ്റുമതി തീരുവയിൽ കാലാകാലങ്ങളായി വരുത്തിയ മാറ്റങ്ങൾ വലിയൊരു ആശ്വാസമായി. പാകിസ്ഥാൻ പെട്രോളിയം മന്ത്രി ഞങ്ങൾ ഇന്ത്യയല്ല എന്ന് പറഞ്ഞപ്പോൾ അത് 100% ശരിയായിരുന്നുവെന്ന് കിയോസാക്കി പരിഹസിക്കുന്നു. എന്നാൽ മന്ത്രി ഉദ്ദേശിച്ച അർത്ഥത്തിലല്ല, മറിച്ച് സാമ്പത്തിക ഭദ്രതയുടെയും ആസൂത്രണത്തിന്റെയും കാര്യത്തിൽ പാകിസ്ഥാൻ ഇന്ത്യയുടെ 7 ഇലത്ത് പോലും എത്തില്ല എന്ന അർത്ഥത്തിലാണ് അതെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. പാകിസ്ഥാന്റെ തകർച്ചയ്ക്ക് പിന്നിലെ പ്രധാന കാരണങ്ങളിലൊന്ന് തദ്ദേശീയമായി എണ്ണ ഉൽപ്പാദനം ഇല്ലാത്തതും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിയെ മാത്രം അമിതമായി ആശ്രയിക്കുന്നതുമാണ്. വിദേശ നാണ്യ ശേഖരത്തിന്റെ അഭാവവും അന്താരാഷ്ട്ര നാണയനിധിയുടെ കർശനമായ നിബന്ധനകളും പാകിസ്ഥാനെ ശ്വാസം മുട്ടിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്ക് പോലെയുള്ള തന്ത്രപ്രധാനമായ പാതകളിൽ തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നേരിടാൻ പാകിസ്ഥാന്റെ കൈവശം യാതൊരു ബദൽ മാർഗങ്ങളുമില്ല. പ്രതിസന്ധി രൂക്ഷമായപ്പോൾ മാത്രമാണ് കരുതൽ ശേഖരം നിർമ്മിക്കുന്നതിനെക്കുറിച്ച് പഠിക്കാൻ ഒരു ടാസ്ക് ഫോഴ്സിനെ പാകിസ്ഥാൻ സർക്കാർ നിയോഗിച്ചത്. ഏപ്രിൽ 22-ന് രൂപീകരിച്ച ഈ സമിതി മെയ് 8-ന് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം. വർഷങ്ങൾക്ക് മുമ്പേ ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങൾ വീട് കത്തുമ്പോൾ കിണർ കുഴിക്കുന്നത് പോലെ ഇപ്പോൾ ചെയ്യാൻ ശ്രമിക്കുന്നത് ഭരണപരമായ പരാജയത്തെയാണ് വിളിച്ചോതുന്നത്. റോബർട്ട് കിയോസാക്കിയുടെ ഈ വിശകലനം കേവലം 2 രാജ്യങ്ങൾ തമ്മിലുള്ള താരതമ്യമല്ല, മറിച്ച് ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭരണകൂടം എങ്ങനെയായിരിക്കണം എന്നതിന്റെ പാഠം കൂടിയാണ്. ഒരു വശത്ത് വെറും വാഗ്ദാനങ്ങളും വ്യാജ അവകാശവാദങ്ങളും കൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്ന പാകിസ്ഥാൻ ഭരണകൂടം, മറുവശത്ത് കൃത്യമായ നടപടികളിലൂടെയും ആസൂത്രണങ്ങളിലൂടെയും ആഗോള പ്രതിസന്ധികൾക്കിടയിലും സ്വന്തം ജനതയെ സംരക്ഷിക്കുന്ന ഇന്ത്യൻ ഭരണകൂടം. യുദ്ധമോ ആഗോള പ്രതിസന്ധികളോ ഈ വിടവ് സൃഷ്ടിച്ചതല്ല, മറിച്ച് അവ നിലവിലുള്ള വിടവിനെ ലോകത്തിന് മുന്നിൽ തുറന്നു കാണിച്ചു എന്ന് മാത്രം. കേരളം പോലെയൊരു ഉപഭോക്തൃ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ധനവിലയിൽ ഉണ്ടാകുന്ന നേരിയ മാറ്റങ്ങൾ പോലും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഈ സുസ്ഥിരത ഓരോ പൗരന്റെയും കുടുംബ ബജറ്റിനെ എത്രത്തോളം ആഴത്തിൽ സ്വാധീനിക്കുന്നു എന്നത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ചുരുക്കത്തിൽ പാകിസ്ഥാനിലെ ഇന്ധനവിലയിലുണ്ടായ 50%-ലധികം വർധനവ് ആ രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയെ തകർത്തെറിയുമ്പോൾ ഇന്ത്യ നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ട് പോവുകയാണ്. കിയോസാക്കിയുടെ പോസ്റ്റ് ലോകത്തിന് നൽകുന്ന സന്ദേശം ലളിതമാണ്. ആസൂത്രണമില്ലാത്ത ഭരണകൂടങ്ങൾ പ്രതിസന്ധികളിൽ വീണു പോകുമ്പോൾ കരുതലോടെ നീങ്ങുന്ന രാജ്യങ്ങൾ പ്രതിസന്ധികളെ അതിജീവിച്ച് കരുത്ത് തെളിയിക്കുന്നു. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷാ മാതൃക ഇന്ന് ലോകത്തിന് തന്നെ മാതൃകയാവുകയാണ്. പാകിസ്ഥാൻ നേരിടുന്ന ഈ തകർച്ച കേവലം ഒരു സാമ്പത്തിക പ്രശ്നമല്ല, മറിച്ച് ദശാബ്ദങ്ങളായുള്ള കെടുകാര്യസ്ഥതയുടെയും ദുർഭരണത്തിന്റെയും സ്വാഭാവികമായ പരിസമാപ്തിയാണ്. തങ്ങളുടെ പരാജയം മറച്ചുവെക്കാൻ അയൽ രാജ്യത്തിന്റെ പേരിൽ നുണകൾ പ്രചരിപ്പിക്കുന്ന പാകിസ്ഥാൻ തന്ത്രം റോബർട്ട് കിയോസാക്കിയെ പോലെയുള്ള ഒരു ആഗോള നിരീക്ഷകന്റെ ഇടപെടലിലൂടെ ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടപ്പെടുകയാണ്. അധികാര വടംവലികളും സാമ്പത്തിക പ്രതിസന്ധികളും യുദ്ധഭീഷണികളും നിറഞ്ഞ ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. ഇന്ന് കണ്ട ഈ മാറ്റങ്ങൾ നാളത്തെ ചരിത്രമായി മാറും. വൻ ശക്തികൾ തമ്മിലുള്ള ഈ ചതുരംഗ പലകയിൽ അടുത്ത നീക്കം ആരുടേതാകും? കൂടുതൽ ആഴത്തിലുള്ള വിശകലനങ്ങളുമായി ലോകയിലൂടെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.